പ്രൊട്ടക്ഷൻ ഓർഡറിന്റെ യൂസ് എന്താണ്? എങ്ങനെയൊക്കെ ആയിരിക്കും സ്ത്രീ സംരക്ഷിക്കപ്പെടുന്നത്? ഇനിയിപ്പം ഈ കേസിലാണെങ്കിൽ പോലീസ് ഓഫീസർ റിട്ടയർഡ് ആണ്. പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അയാൾക്ക് പ്രത്യേക സംരക്ഷണമൊന്നും കിട്ടുന്നില്ല. അത് നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നതിന് ശേഷം, അതായത് സ്ത്രീകൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓർഡർ, റെസിഡൻഷ്യൽ ഓർഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ താമസിക്കാൻ, കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിൽ ഭർത്താവിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ ഇൻലോസിൽ നിന്നോ എന്തെങ്കിലും പീഡനങ്ങൾ ഏർപ്പെടുത്താൽ, അത് വാക്കാലോ അടി തന്നെ ആവണമെന്നില്ല, ഫിസിക്കൽ അസാൾട്ട് ആവണമെന്നില്ല, എന്ത് വാക്കുകൊണ്ട് പോലും ഒരു ഇതുണ്ടായാൽ അതിനെതിരായിട്ട് നമുക്ക് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡറിന് അപേക്ഷ കൊടുത്ത്, മജിസ്ട്രേറ്റ് കോടതിയിലാണ് അത് കൊടുക്കുന്നത്. ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവരത് നോക്കിക്കോളും. പിന്നെ അവരാണ് ആ ബാധ്യത നോക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ അവിടെ എത്തും. അവരത് ബൗണ്ട് ടു ഡു ആണ്.